എങ്ങനെയാണ് ടെൻഷൻ മാറുന്നത്, എങ്ങനെയാണ് സങ്കടങ്ങൾ മാറുന്നത്, എങ്ങനെയാണ് ആകുലങ്ങൾ മാറുന്നത്, എങ്ങനെയാണ് നിരാശകൾ മാറുന്നത്, എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് ഭാരങ്ങൾ മാറുന്നത്? ഉണ്ട് പ്രിയരെ, മാർഗമുണ്ട്, വഴിയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളെപ്പോലെയായിരിക്കും മറ്റുള്ളവരെന്ന്, നിങ്ങളെപ്പോലെയായിരിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെന്ന്. മകനെ, നീ ടെൻഷൻ അടിച്ച് നിന്റെ ജീവിതം കളയുന്നു. മകളെ, ആകുലപ്പെട്ടും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും നിന്റെ ജീവിതം നീ നിരാശയിൽ ഒഴുക്കിക്കളയുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ കഴിയുന്നവരല്ല. അതേ, ക്രിസ്തു ഉള്ളവർ സന്തോഷമുള്ളവരാണ്, ക്രിസ്തു ഉള്ളവർ സമാധാനമുള്ളവരാണ്. വാസ്തവമായി ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ ഈ സമാധാനം കൊണ്ട് നിറഞ്ഞൊരു ജീവിതം അനുഭവിക്കുന്നവരാണ്. അതിന് മറ്റൊന്നും മുഖാന്തരങ്ങളല്ല, പണം മുഖാന്തരമല്ല. എത്ര പണമുണ്ടെങ്കിലും സമാധാനം കിട്ടണമെന്നില്ല. അതിന് ആരോഗ്യം ഒരു വഴിയല്ല. എത്ര ആരോഗ്യമുണ്ടെങ്കിലും നമുക്ക് സമാധാനം കിട്ടണമെന്നില്ല. എന്നാൽ ആരോഗ്യമില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും അതിന്റെ മധ്യത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചം ഉദിക്കും. ആ ആർദ്രകരുണിയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, ഉയരത്തിൽ നിന്നും ഉദയം നിങ്ങളെ സന്ദർശിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മകളെ, നിന്റെ അന്ധകാരമുള്ള ഹൃദയത്തിൽ, നിരാശയുള്ള ഹൃദയത്തിൽ, മരിച്ചാൽ മതി എന്നോർത്ത് തളർന്നും വാടിയും ഇരിക്കുന്നതിന്റെ ഹൃദയത്തിൽ ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്തകൾ, അത് സ്വപ്നത്തിലും ജീവിതത്തിലും അതിങ്ങനെ ജീവിതത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. മരിച്ചാൽ മതി എന്നുള്ള ചിന്ത, അത് ഇരുളാണ്, അത് ദുഷ്ടനായ പിശാച് തരുന്ന ചിന്തയാണ്. എന്നാൽ ജീവിക്കാൻ കൊതി തരുന്നതും ജീവിക്കാൻ ആഗ്രഹം തരുന്നതുമാണ് ക്രിസ്തുവിന്റെ വചനം. ഈ പ്രകാശം ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് മരിക്കേണ്ട, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, അല്ല ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാൻ കഴിയും.